ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത്തരം എളുപ്പത്തിലും അതും കറിയൊന്നും ആവശ്യമില്ലാണ്ട് 10 മിനിറ്റ് കൊണ്ട് ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇഡ്ഡലി മാവോ ദോശ മാവോ നമുക്കുണ്ടെങ്കിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കതിനായിട്ട് ഒരു 4 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഒരുപാടൊന്നും വഴറ്റിയെടുക്കണമെന്നില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ഒരു ലൈറ്റായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മാത്രം മതി. ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് എന്ന് പറയുന്ന സമയത്ത് ക്യാരറ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് ഒരാൾക്ക് കഴിക്കുന്ന അളവിലേക്കാണ് കേട്ടോ. അതുകാരണം ഒരു ക്യാരറ്റ്, ഒരു വലിയ സൈസിലേക്കുള്ള ഒരു ക്യാരറ്റ്, അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ക്യാരറ്റും ഒരുപാടൊന്നും വഴറ്റിയെടുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് തന്നെ അത് വേഗം വേവുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു അളവിലേക്ക്, ഇപ്പോൾ കണ്ടല്ലോ, ഈ ഒരു അളവിലേക്ക് മാത്രം വഴറ്റിയാൽ മതി. അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിലേക്കുള്ള കറിവേപ്പില അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒരു മിനിറ്റോളം നമ്മൾ ഈ കറിവേപ്പിലയുടെയും വെളുത്തുള്ളിയുടെ മണമൊക്കെ ഒന്ന് ഇതിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ. അപ്പോൾ അതിന് വേണ്ടി 1 മിനിറ്റ് മാത്രം സിമ്മിൽ തന്നെ വെച്ച് വഴറ്റിയെടുക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് തക്കാളിയാണ് കേട്ടോ അതിൽ ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിലേക്ക് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു വലിയ സൈസിലേക്കുള്ള തക്കാളിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരാൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന്. അപ്പോൾ അതിന് ഒരു വലിയ സൈസിലേക്കുള്ള തക്കാളി നമുക്ക് ചെറിയൊരു ഗ്രേവിയുടെ ആ ഒരു പരുവത്തിലാവാനായിട്ടാണ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ വെച്ചതിന് ശേഷം നമ്മുടെ തക്കാളിയുടെ ആ വെള്ളം വറ്റി വരുന്ന സമയത്ത് നമ്മുടെ ക്യാരറ്റും ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ഒന്ന് റെഡിയാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവാവുകയും ചെയ്യുമല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിന് കൂടെ നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിലേക്കുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് പോലെ നമുക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ തക്കാളിയുടെ വെള്ളം ഏകദേശമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഗ്രേവി പോലെയാണ് വേണ്ടത് കേട്ടോ. നമ്മൾ ഇഡ്ഡലി മാവ് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. അതിന് ചെറിയൊരളവിലേക്ക് നമുക്ക് ഗ്രേവി പോലെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതായത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന, അതായത് നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതേ പാത്രത്തിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല തിളച്ച് വരട്ടെ. നല്ല തിളച്ച് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ചേക്കാം. അപ്പോൾ നല്ല എണ്ണയും തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല തിളച്ച് വന്നതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ, ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മാവ് ഉപ്പിട്ടിട്ടില്ലെങ്കിൽ മാവ് ഉപ്പിട്ടതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ നമ്മുടെ മസാലയ്ക്ക് ഉപ്പ് പോരെങ്കിലും അത് നോക്കിയിട്ട് അതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി തിക്കായിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ചെറിയൊരു ലൂസിൻ്റെ മാവ്, അത് ഞാൻ കുറച്ച് പതുക്കെ ആയിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. രണ്ടും കൂടെ ഒട്ടാൻ പാടില്ല, രണ്ടും തനിച്ച് തന്നെ വേണം. അതുപോലെ ഞാൻ കുറച്ചൊന്ന് സെറ്റായതിന് ശേഷം വീണ്ടും കുറച്ചും കൂടി മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഷേപ്പൊന്നും വേണമെന്നില്ല കേട്ടോ. ജസ്റ്റ് നമുക്കൊരു എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഒന്ന് ഒഴിച്ചൊന്ന് സെറ്റ് ആവണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ മസാലകളൊക്കെ ഒന്ന് മാറ്റിന് സെൻറ്റർ ഭാഗത്തേക്കായിട്ട് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കാൻ പറ്റില്ല കേട്ടോ, അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ മസാല വേണം മുകളിലേക്കായിട്ടാണ് നമ്മൾ ഈ മാവ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു 2 മിനിറ്റ്, നമ്മൾ ഇഡ്ഡലിയൊക്കെ വേവാൻ എത്ര സമയം കൊടുക്കുന്നത് അത്രയും നമുക്ക് ആവശ്യമില്ല, അതിൻ്റെ പകുതി സമയം മാത്രം മതി. ഇപ്പം ഞാൻ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കണ്ടല്ലോ, കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. നല്ലൊരു ജ്യൂസി ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന്, അതായത് ബാച്ചിലേഴ്സിനെയൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം കേട്ടോ. അവരൊക്കെ പെട്ടെന്ന് റെഡിയാക്കണം, അല്ലെങ്കിൽ നമുക്ക് അറിയില്ല എന്നുള്ളതൊക്കെ ചിന്തിക്കുന്നവർക്കാണെങ്കിൽ ഇതൊരു വെറൈറ്റി എന്ന് പറയുന്ന സമയത്ത് ഒരു അടിപൊളി വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയട്ടെ. എനിക്ക് ഇങ്ങനെയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഈസി ആയിട്ടും ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കറി പോലും ആവശ്യമില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി ചട്ടി അരിക്കണം, കറി വയ്ക്കണം എന്നുള്ള ടെൻഷനൊന്നും ഇനി വേണ്ട കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ റെസിപ്പി.